ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ചുമന്ന് കളറുള്ള ഒരു ദോശ. ആ ദോശയുടെ മുകളിൽ പല വെറൈറ്റി പച്ചക്കറി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തേക്കണത്. അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആ ദോശ നമുക്ക് ആസ്വദിക്കാം. എന്താണ് ആ സർപ്രൈസ് ദോശ എന്ന് നമുക്ക് കാണാം. ആ ദോശയാണ് ബീട്രൂട്ട് ദോശ. ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ബീട്രൂട്ടിൽ കാൽ ഭാഗം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ ചാറ് ഇങ്ങോട്ട് ഒഴിക്കുക. കാരണം ബീട്രൂട്ട് മൊത്തമായിട്ട് ഇങ്ങോട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പിശിറ് ചിലപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദോശ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ വരില്ല. അതുകൊണ്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കുക. എന്നിട്ട് അത് ചേർക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചക്കറി എന്ന് പറയുന്നത് ഞാൻ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില കീറിയിട്ടേക്കണത്. ഇത് നമ്മുടെ ദോശയിലേക്ക് നമുക്ക് ചേർക്കാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ദോശ ചുടാം. അങ്ങനെ ഞാൻ ദോശ മാവ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറി ഇട്ടു. എന്നിട്ട് അതിന് ശേഷം ആ പച്ചക്കറിയുടെ മുകളിൽ ഞാനൊരു ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ആ പച്ചക്കറിയുടെ പച്ച ചുവയങ്ങ് മാറി കിട്ടും. ഇത് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ആദ്യം ഇത് ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ദോശ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി മറിച്ചിട്ട സൈഡ് ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ദോശ, ബീട്രൂട്ട് അരച്ച് ചേർത്ത മിക്സഡ് വെജിറ്റബിൾ ദോശ റെഡിയായിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് കാണാം ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കണത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ, പിന്നെ ഉള്ളത് നമ്മുടെ കറിവേപ്പില കീറിയിട്ടിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഒരു വെറൈറ്റി ദോശ നമുക്കിന്ന് കഴിക്കാം. താങ്ക് യു.